ആമേൻ. എബ്രായ ലേഖനത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, അതുകൊണ്ട് തക്ക സമയത്ത് കരുണ ലഭിപ്പാനുള്ള തക്ക സമയത്ത് കൃപ പ്രാപിക്കേണ്ടതിന് ധൈര്യത്തോടെ, ഭയത്തോടെയല്ല, വിറയലോടെയല്ല, ആമേൻ, അറച്ചല്ല, ഉള്ളിൽ ആശങ്ക നിറച്ചല്ല, പിന്നെ ധൈര്യത്തോടെ കൃപാസനത്തോട് അടുത്ത് ചെല്ലുക. ഒരു ധൈര്യം ദൈവം നമുക്ക് നൽകി തന്നു. അതാണ് നമ്മുടെ ഉറപ്പ്. ആമേൻ. ഞാൻ ആ ഭാഗം ധ്യാനിച്ചപ്പോൾ എൻ്റെ ഉള്ളത്തിൽ വന്നപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. പഴയ നിയമത്തിൽ ആമേൻ സമാഗമന കൂടാരം എന്ന് പറയുന്ന ഒരു കൂടാരം ദൈവം ഉണ്ടാക്കി, അല്ലെങ്കിൽ ഉണ്ടാക്കാൻ കൽപ്പന കൊടുത്തു. ദൈവത്തിൻ്റെ ആഗ്രഹം മുഴുവൻ മനുഷ്യനോട് ഒരുമിച്ച് വസിക്കണം എന്നുള്ളതായിരുന്നു, അല്ലേ? കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തെ ആരാധിപ്പാൻ ദൈവം ഉണ്ടാക്കിയ സ്വർഗത്തിലെ മാലാഖമാർ, അതിൽ പ്രധാനിയായ ലൂസിഫർ പാപം ചെയ്ത് സാന്നിധ്യം നഷ്ടപ്പെടുത്തി ദൈവത്തിൻ്റെ കോപത്തിൻ്റെ അഗ്നിയാൽ അത് താഴേക്ക് ദൈവം വെട്ടിയിട്ടു. ആമേൻ. വെളിപ്പാട് പറയുന്ന പോലെ 1/3 ഭാഗവും കൊണ്ട് അത് താഴേക്ക് പോന്നു. ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് ആരാധിച്ച് ചിറക് വിരിച്ച ആ കെരൂബായ ലൂസിഫർ താഴേക്ക് വീണ് കഴിഞ്ഞപ്പോൾ ഇതാ ദൈവമുഖം 24 മണിക്കൂറും കണ്ടുകൊണ്ടിരുന്ന ലൂസിഫർ ഇപ്പൊ താഴെ കിടക്കുക. അവിടെ ദൈവത്തിൻ്റെ കൂട്ടായ്മ ബന്ധം നഷ്ടപ്പെട്ടു എന്ന് തോന്നിയപ്പോൾ ദൈവം തന്നെ പറയുന്നു, നാം ഇറങ്ങിച്ചെന്ന് നമ്മുടെ സാദൃശ്യത്തിൽ, നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക. അങ്ങനെ എന്തിനാ ഉണ്ടാക്കിയത്? അവൻ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും. എന്നിട്ട് അവർക്ക് വേണ്ടി ഒരു ഏദൻ തോട്ടമുണ്ടാക്കി. ആ തോട്ടം നനപ്പാൻ നദികളെ ദൈവം പുറപ്പെടുവിച്ചു. ആമേൻ. 2 പേർക്ക് വേണ്ടി ദൈവം അവൻ തോട്ടം നനപ്പാൻ 4 ശാഖയായ നദിയും, അവൻ 2 പേർക്ക് വേണ്ടി ആ തോട്ടത്തിൽ എന്തൊക്കെ കഴിക്കാമോ, എന്തൊക്കെ ഉപയോഗിക്കാമോ അത്രയും ഫലപുഷ്ടമായ തോട്ടങ്ങളും ദൈവം ഉണ്ടാക്കി വെച്ചു. ദൈവം ആഗ്രഹിച്ച ഒരേ ഒരു കാര്യം, മനുഷ്യൻ ഈ തോട്ടത്തിലെ ആമേൻ എല്ലാം അനുഭവിച്ചോട്ടെ, എല്ലാം അവർ ഏറ്റെടുത്തോട്ടെ. പക്ഷേ ഒറ്റ കാര്യമേ എനിക്ക് ഇവരിൽ നിന്നുള്ളൂ. ഞാൻ ഇവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഒറ്റ കാര്യമാണ്. ഈ തോട്ടത്തിൽ വേല ചെയ്ത് തോട്ടത്തിൽ നിന്ന് ലഭിക്കുന്നതിന് ആമേൻ 100% എനിക്ക് ദശാംശം മടക്കി തരാനല്ല ഞാൻ ഇവരിവിടെ ആക്കി വെച്ചത്. പകരം വെയിൽ ആറുമ്പോൾ ഞാൻ ഇറങ്ങി വരും. എൻ്റെ കാലൊച്ച കേൾക്കുമ്പോൾ, എൻ്റെ സാന്നിധ്യം തിരിച്ചറിയുമ്പോൾ അവർ ഓടി എൻ്റെ അടുക്കൽ വരണം. ഈ ഒറ്റ കൊതിയോടെയാ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. ഒരു സ്വതന്ത്രം പറയാൻ പറ്റുമോ? വേറെ ഒരു പ്രതീക്ഷയും അവനില്ല. ദൈവം പ്രതീക്ഷിച്ച, ദൈവം കണ്ട, ദൈവം ആഗ്രഹിച്ച ഒരൊറ്റ കാര്യം, ദൈവത്തിൻ്റെ കാൽപ്പെരുമാറ്റം ഏദനിൽ കേൾക്കുമ്പോൾ ആ കാൽപ്പെരുമാറ്റം കേൾക്കുന്ന ആദമും ഹവ്വയും ഓടി വന്ന് ആ സാന്നിധ്യത്തിലേക്ക് കയറണം. ഇന്ന് പകലിലും നമുക്ക് വേണ്ടി 2002 വർഷങ്ങൾക്ക് മുമ്പ് യേശു തമ്പുരാൻ മരിച്ചതും അടക്കപ്പെട്ടതും ഉയർത്തെഴുന്നേറ്റതും ഒറ്റ ചിന്തയേ ഉള്ളൂ. അവൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവജനം അവങ്ങളിലേക്കൊന്ന് കയറുവാൻ, അവനിൽ ഒന്ന് ആശ്രയിപ്പാൻ, അവനെ ഒന്ന് ആരാധിപ്പാൻ, അവനെ ഒന്ന് മഹത്വപ്പെടുത്തുവാൻ അടുത്ത് ചെല്ലേണ്ടതിനാണ് ഈ ദൈവ സാന്നിധ്യം നമുക്ക് തന്നത്. ആമേൻ. അത് ധൈര്യത്തോടെ ചെല്ലണമെന്ന് കർത്താവ് ആഴമായി പറയുന്നു. തിരിച്ചു വരാം. നമ്മുടെ മെസ്സേജിലേക്ക് നമുക്ക് വരുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ പറയുന്നതേ ഉള്ളൂ. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ പാപം ചെയ്തു, സാന്നിധ്യം നഷ്ടപ്പെടുത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ സാന്നിധ്യത്തിനകത്തേക്ക് വീണ്ടും മനുഷ്യനെ കയറ്റേണ്ടതിന് വേണ്ടി ദൈവം നോഹയുടെ മേൽ ദൈവത്തിൻ്റെ കൃപ ചൊരിഞ്ഞ് പെട്ടകമുണ്ടാക്കി. ആ പെട്ടകത്തിനകത്ത് ദൈവ സാന്നിധ്യം പകർന്നിട്ട് അതിനകത്തോട്ട് ദൈവം കയറ്റാൻ ആഗ്രഹിക്കുന്നു. എങ്കിലും ഒരുപാട് കയറിയില്ല. ആ പെട്ടകത്തിൽ അല്പജനം 8 പേർ മാത്രം കയറി ആ ദൈവ സാന്നിധ്യം അവർ അനുഭവിച്ചു.
അതും കഴിഞ്ഞു. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ അതും വിട്ടുമാറി. മോശയുടെ കാലം വന്നപ്പോൾ മോശയുടെ ദൈവം പറഞ്ഞു, മോശേ, കൊതി തീർന്നിട്ടില്ല. സ്വതന്ത്രം. ഒന്നുകൂടി പറയാം, നമുക്ക് ആമേൻ 1-2 പ്രാവശ്യം നമുക്കൊരു ഇൻസിഡന്റ് ഉണ്ടായാൽ നമ്മൾ പിന്നെ അത് ചെയ്യത്തില്ല, പിന്നെ അത് ഒഴിവാക്കിയിട്ട് വേറെ കാര്യം ചെയ്യും, അല്ലേ? ഒരു കാര്യം പരാജയപ്പെട്ടു, രണ്ടാമതൊരു കാര്യം ചെയ്തു, അതും പരാജയപ്പെട്ട് കഴിഞ്ഞാൽ മൂന്നാമത് നമ്മൾ ചെയ്യുമോ? ചെയ്യത്തില്ല. അത് വിട്ടിട്ട് മറ്റൊന്ന് ചെയ്യും. ഇതാ തോട്ടമുണ്ടാക്കി, തോട്ടത്തിലാക്കി, പിന്നെ നോഹയുടെ പെട്ടകമുണ്ടാക്കി, പെട്ടകത്തിനകത്ത് കയറ്റി. എന്നിട്ടും ഈ ജനം സാന്നിധ്യം വിട്ടുപോയപ്പോ മൂന്നാമത് ദൈവം വീണ്ടും ഒരു പദ്ധതി. എന്നാ? ഒരു ഗോഫേർ മരം കൊണ്ട് ഉണ്ടാക്കിയ പെട്ടകമല്ല, ഈ പകരം ഖദിര മരം കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കണം. പ്രൈസ് ദി ലോർഡ്. ഒന്നാമത്തെ പദ്ധതി ദൈവം മാറ്റി, രണ്ടാമത്തെ പദ്ധതി ദൈവം ആവിഷ്കരിച്ചു, അതിലും ജനം നിന്നില്ല. മൂന്നാമത്തെ ആമേൻ പദ്ധതിയിലേക്ക് ദൈവം വരുന്നു. ദൈവം പറയുന്നു, ഒരു പെട്ടകം ഉണ്ടാക്കണം, എന്നിട്ട് ആ പെട്ടകം നിങ്ങൾ ചുമക്കണം, ഞാൻ ആ പെട്ടകത്തിനകത്ത് വസിക്കും. ആമൻ അടയാളമായ 3 സാധനങ്ങൾ അതിനകത്ത് വെക്കും. അഹരോന്റെ തളിർത്തവടി, മണ്ണയിട്ട് വെച്ച പൊൻപാത്രം, അഹരോന്റെ തളിർത്തവടിയും കൽപ്പലകയും, ഈ 3 കാര്യങ്ങൾ അതിനകത്തുണ്ടാകും. ദൈവ സാന്നിധ്യം അതിനകത്ത് വസിക്കും. ലേവ്യർ പെട്ടകം ചുമക്കണം. ചുമക്കുന്ന പെട്ടകത്തിനകത്ത് ദൈവ സാന്നിധ്യം ചലിക്കാൻ തുടങ്ങി. ആ പെട്ടകം പോയിടത്ത് വിടുതൽ വ്യാപരിച്ചു. പെട്ടകം ചെന്ന ദാഗോന്റെ ക്ഷേത്രത്തിൽ ദാഗോന്റെ കൈപ്പത്തിയും ദാഗോന്റെ തലയും ആ സാന്നിധ്യത്തിൽ തകർന്നു മാറി. തീർന്നില്ല കേട്ടോ. ആ പെട്ടകം ചുമന്നുകൊണ്ട് യോർത്താന്റെ വക്കത്ത് അവർ ഉള്ളങ്കാലിൽ ചവിട്ടിയപ്പോൾ യോർത്താൻ 2ആയി വിഭാഗിക്കപ്പെട്ടു. ആ സാന്നിധ്യമുള്ള പെട്ടകം എവിടെയൊക്കെ ചെന്നോ അവിടെയെല്ലാം വിടുതലുകൾ വ്യാപരിച്ചു. ആമേൻ. തിരിച്ചു വരാം. എന്നാൽ ആ പെട്ടകം ആമൻ വെച്ച് ചുമന്നുകൊണ്ട് നടന്നപ്പോൾ മഹാപുരോഹിതനോട് ഒരു പ്രത്യേക നിയമം ദൈവം കൊടുക്കുന്നു. ആ നിയമം ഇതാണ്: സമാഗമന കൂടാരം ഉണ്ടാക്കണം. പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലം. 3 വശങ്ങളുള്ള 3 ആലയത്തിന്റെ 3 ഭാഗങ്ങൾ ഉണ്ടാക്കണം. പ്രാകാരത്തിൽ ജനം കടന്നു വരണം. അവിടെ യാഗപീഠം ഉണ്ടാകണം. ആമേൻ. താമ്രത്തൊട്ടി ഉണ്ടാകണം. അത് കഴിഞ്ഞാൽ അടുത്തത് ആമേൻ പരിശുദ്ധ സ്ഥലമാണ്. അവിടെ വരുമ്പോൾ കാഴ്ചയപ്പത്തിന്റെ മേശ, ആമേൻ ധൂപപീഠമുണ്ട്. എന്നാൽ അതിനപ്പുറം ഒരു സ്ഥലമുണ്ട്, അത് അതിപരിശുദ്ധ സ്ഥലമാണ്. അവിടേക്ക് ആണ്ടിൽ ഒരിക്കൽ മാത്രമേ മഹാപുരോഹിതൻ കയറാൻ പാടുള്ളൂ. ഇത് ആമേൻ ഈ 3 വശങ്ങളിൽ 2ാമത്തെ വശം കഴിഞ്ഞാൽ 3ാമത് വരുന്ന അതിപരിശുദ്ധ സ്ഥലം ഒരു മൂടുപടമിട്ട് ഒരു തിരശീലയിട്ട് അതിങ്ങനെ മറച്ചിട്ടുണ്ട്. ഏകദേശം നിങ്ങൾ ഓർക്കാൻ വേണ്ടി പറയാം, ഒരു ഇഷ്ടികയുടെ കനം 2.5 ഇഞ്ച് കനമാണ് അവിടെ തൂക്കിയിട്ടിരിക്കുന്ന തിരശീലയ്ക്കകത്ത്. ലോകത്തിൽ എത്ര അതികായനായ മനുഷ്യനും കൈകൊണ്ടത് കീറാൻ കഴിയത്തില്ല, വലിച്ച് കീറിക്കളയാൻ കഴിയത്തില്ല. അവൻ ഒരു ഇഷ്ടികയുടെ കനം അത്രയും വലിപ്പമുള്ള 2.5 ഇഞ്ച് കനമുള്ള ഒരു വലിയ കർട്ടൻ അതിപരിശുദ്ധ സ്ഥലത്ത് തൂക്കിയിട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗത്ത് ഒരു ചെറിയ ഗ്യാപ്പുണ്ട്. എന്തിനാണ് ആ ഗ്യാപ്പ് എന്നറിയാമോ? മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കൽ ആട്ടുകൊറ്റന്റെ രക്തവും കൊണ്ട് മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്താൻ അതിനകത്തേക്ക് കയറി ചെല്ലുമ്പോൾ അവൻ തിരിഞ്ഞ് കയറി ചെല്ലാൻ പാടില്ല. അതുകൊണ്ട് നേരെ കയറി ചെന്ന് ഈ കൈമുട്ടുകൊണ്ട് ആ തിരശീലയുടെ തിരശീല പതുക്കെ ഒന്ന് മാറ്റും. അവൻ കയറി ചെന്ന് ഈ കൈമുട്ടുകൊണ്ട് ആ തിരശീല പതുക്കെ ഒന്ന് മാറ്റി നേരെ ചെന്ന് യാഗപീഠത്തിന്റെ മേൽ യാഗവസ്തുവിന്റെ രക്തമെടുത്ത് കൃപാസനത്തിൽ തളിക്കും. എന്നിട്ട് പുറം തിരിയാതെ കയറിയതുപോലെ തന്നെ തിരിച്ച് കൈമുട്ടുകൊണ്ട് തിരശീല മാറ്റി മഹാപുരോഹിതൻ വെളിയിലേക്ക് ഇറങ്ങും. എന്നാൽ വെളിയിലേക്കും അകത്തോട്ടും മഹാപുരോഹിതൻ കയറുമ്പോൾ
എൻ്റെ കയ്യിലിരിക്കുന്ന മൈക്കിന്റെ പുറകിൽ കിടക്കുന്ന കേബിളില്ലേ, ഈ കേബിള് പോലെ ഒരു വലിയ നീണ്ട കയറ് മഹാപുരോഹിതന്റെ അരയിൽ കെട്ടിയിരിക്കും. എന്തിനാണ് ഈ കയറ്? ആമൻ അകത്തു നിന്നോ കരയിൽ നിന്നോ ഇത് വെളിയിലേക്ക് കിടക്കും. പ്രാകാരത്തിലും വിശുദ്ധ സ്ഥലത്തിനും പുറത്തേക്ക് മഹാപുരോഹിതന്റെ അരയിൽ കെട്ടിയ കയർ വെളിയിലേക്ക് കിടക്കും. ആമൻ യാഗപീഠത്തിന്റെ രക്തവും എടുത്ത് അകത്തേക്ക് പോയ മഹാപുരോഹിതൻ യാഗവസ്തുവിന്റെ അല്ലെങ്കിൽ യാഗപീഠത്തിന്റെ കൃപാസനത്തിൽ ഈ രക്തം തളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവഹിതമല്ലാതെ പാപം ചെയ്തിട്ട് ഹൃദയത്തിൽ അകൃത്യം കരുതിയിട്ട് അവൻ കരങ്ങൾ ശുദ്ധമല്ലാതെ, ഹൃദയം ശുദ്ധമല്ലാതെ, കാലുകൾ ശുദ്ധമല്ലാതെ, അവന്റെ ജീവിതം ശുദ്ധമല്ലാതെ ആലയത്തിനകത്ത് രക്തവും കൊണ്ടുപോയ ഈ മഹാപുരോഹിതൻ അവിടെ ഇറങ്ങുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ജീവിക്കുകയല്ല, മരിച്ചു താഴെ വീഴും. അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കയറി നിൽക്കുന്ന പുരോഹിതൻ കയറിയത് നിയമപ്രകാരമല്ലെങ്കിൽ, കയറിയത് ദൈവഹിത പ്രകാരമല്ലെങ്കിൽ, ശെക്കേന ഇറങ്ങി വരുമ്പോൾ, സാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ, മക്കളെ, ആ സാന്നിധ്യത്തിൽ അരുളപ്പാട് മാത്രമല്ല, ഉസ്സയെ ഛേദിച്ചതുപോലെ ഛേദിച്ചു കളയുന്ന ഒരു ദൈവ മഹത്വം അവിടെ ഇറങ്ങി വരും. ആ സെക്കൻഡിൽ മഹാപുരോഹിതൻ മരിച്ചു താഴെ വീഴും. താഴെ വീഴുന്ന ഡെഡ് ബോഡി പുറത്തേക്ക് എടുക്കാൻ കയറി ചെല്ലാൻ അനുവാദമില്ല. കയറി ചെല്ലാൻ കഴിയാത്തത് കൊണ്ട് അരയിൽ കെട്ടിയിരിക്കുന്ന ഈ കയറുണ്ടല്ലോ, ഈ കയറ് വെച്ച് പുറത്തേക്ക് മഹാപുരോഹിതന്റെ ശവശരീരം വലിച്ചെടുക്കും. ആ പരിശുദ്ധ സ്ഥലത്തുനിന്ന് പുറത്തേക്ക് വരുന്നത് ഒരു ഡെഡ് ബോഡി ആയിരിക്കും. സ്വതന്ത്രം. ഈ കൽപ്പന ശക്തമായതുകൊണ്ടും ഈ കൽപ്പന ദൈവം ചെയ്യുന്നത് കൊണ്ടും മഹാപുരോഹിതൻ എപ്പോൾ അകത്തോട്ട് കയറിയാലും അവന്റെ മുട്ടുകാലി വിറക്കും, അവന്റെ കൈഞ്ഞാടി വിറക്കും. തേജോമനായ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ കയറുമ്പോൾ അവന്റെ ശരീരം ഇങ്ങനെ ശിവറിക്കൊണ്ടിരിക്കും. യാഗം കഴിഞ്ഞ് അതിപരിശുദ്ധ സ്ഥലത്തുനിന്ന് വെളിയിലിറങ്ങുന്നത് വരെ, എന്റെ ഭാഷ പറഞ്ഞാൽ മഹാപുരോഹിതന്റെ അകത്ത് ഊരു ഉണ്ടാകത്തില്ല, ജീവൻ ഉണ്ടാവത്തില്ല. അതുകൊണ്ട് സ്ഥൂലമായതും തീ കത്തുന്നതും പർവ്വതത്തിന്മേൽ വാക്കുകളുടെ ശബ്ദം, പൗലോസ് പറയുന്നു, ഇതിന്റെ അടുക്കൽ അല്ലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. ആ പർവ്വതത്തിനടുക്കൽ വന്നപ്പോൾ ഒരു മൃഗമെങ്കിലും പർവ്വതത്തെ തൊട്ടുകൂടെ പാടില്ല. ഞാൻ ഇറങ്ങി വരുമ്പോൾ അരുതാത്തതൊന്നും അവിടെ കാണരുത്, മാറിക്കൊള്ളാൻ പറഞ്ഞു. ദൈവത്തിന്റെ സ്നേഹിതനായ മോശ പോലും വിറച്ച് ഭയപ്പെട്ട് തമ്പുരാന്റെ മുമ്പിൽ ചെന്നു. എന്റെ ദാസനായ മോശയെ പോലെ സൗമ്യനാരുള്ളൂ, എന്റെ സ്നേഹിതനായ മോശ എന്നൊക്കെ പറഞ്ഞ മോശ പോലും, മക്കളെ, ഭയത്തോടെ ആ പർവ്വതത്തിൽ ചെന്ന് മുട്ടിടിച്ച് നിന്നിടത്ത് നിങ്ങൾ വന്നിരിക്കുന്നത് എത്ര സന്തോഷത്തോടെയാ! ഹല്ലേലൂയ! നിങ്ങൾ വന്നിരിക്കുന്നത് എത്ര ആനന്ദത്തോടെയാ! പ്രൈസ് ദി ലോർഡ്. ഞാൻ ആരെയും കണ്ടില്ല, ഞാൻ ഇവിടുന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. കയറി വരുന്നവർ വിറച്ചല്ല വരുന്നത്. കയറി വരുന്നവർ മുഖത്ത് ആകാംക്ഷഭരിതരായല്ല കയറി വരുന്നത്. ആ ഡോർ കയറി വരുമ്പോൾ എന്തൊരു സന്തോഷമാ, എന്തൊരു ആനന്ദമാ, എന്തൊരു ആഹ്ലാദമാ! കാരണം എന്താണെന്നറിയാമോ? ഇവിടെ വ്യാപരിക്കുന്നത് മരണദൂതനല്ല, കൃപയുടെ ദൂതനാണ്. ദൈവ സാന്നിധ്യം ഇതിനകത്ത് ചലിക്കുന്നത് അനുഭവിക്കുന്ന ദൈവമക്കൾ കരമടിച്ച് ഒന്ന് ദൈവത്തെ സ്തുതിച്ച്
മുഴുബലത്തോട് ഇരു കരങ്ങൾ കൂട്ടിയടിച്ച് ആത്മാവിന്റെ നിറവിൽ ഒന്ന് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് എന്നിട്ട് പറ, ഞാൻ ഇന്നായിരിക്കുന്നത് തേജോമയനായ എന്റെ കർത്താവിന്റെ അടുക്കലാണ്. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ആ നിറഞ്ഞ ബോധത്തോടെ ദൈവസന്നിധിയിൽ ഇരിക്കണം. ഞാൻ 30 വർഷമാകുന്നു എൻ്റെ യേശുവിനെ പ്രസംഗിക്കുന്നേ. എനിക്ക് എൻ്റെ കേൾവിക്കാരോട് പറയാൻ ഒറ്റ കാര്യമേ ഉള്ളൂ. ഇവിടെ ഒരു ധൂപക്കുറ്റിയോ ഒരു ധൂപപീഠമോ നീട്ടിപ്പിടിച്ച വസ്ത്രമോ ഒന്നും ധരിക്കാത്തത് കൊണ്ട് സാന്നിധ്യമില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങളും ഞാനും വന്നിരിക്കുന്നത് ഒരു ദൈവ സാന്നിധ്യത്തിന് നടുക്ക. ആ ഏകാഗ്രതയോടും ആ ദൈവിക ബോധത്തോടും കൂടെ നാം ആയിരിക്കുന്നെങ്കിൽ ഈ മീറ്റിംഗ് കഴിഞ്ഞ് ഇതിനകത്ത് ഇറങ്ങുന്നതിന് മുമ്പ് നിന്റെ വിഷയത്തിന്റെ മേൽ എൻ്റെ ദൈവം ഒരു മറുപടി അഴച്ചിരിക്കും. നിങ്ങളുടെ പ്രശ്നത്തെ ദൈവം തൊട്ടിരിക്കും. രോഗിയാണോ സൗഖ്യമാക്കിയിരിക്കും. കടഭാരമാണോ ദൈവത്തിന്റെ കര ഇന്ന് പകം നീട്ടിയിരിക്കും. ഏത് വിഷയത്തിലാണോ നിങ്ങൾ ഭാരപ്പെടുന്നത് ആ വിഷയത്തിൽ ഒരു മറുപടി ഉണ്ടായിരിക്കും. ആമേൻ. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് തിരുവചന ധ്യാനത്തിന് വേണ്ടി ഒരു വേദവാക്യം വായിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം. ആമേൻ. നിങ്ങൾ ആ റെഫറൻസുകൾ കുറിച്ചെടുക്കണമേ എന്ന് ആത്മാവിൽ ഞാൻ ഓർപ്പിക്കുന്നു. എബ്രായ ലേഖനം 12-ാം അധ്യായം 24-ാമത്തെ വേദവാക്യം വായിക്കാമോ? എബ്രായ ലേഖനം 12:24. ആമേൻ. നിങ്ങൾ ശ്രദ്ധിച്ചെന്നോന്ന് ഒരിക്കൽ കൂടി ഞാൻ പറയാം. എബ്രായ ലേഖനം 12-ാം അധ്യായം 24-ാമത്തെ വാക്യം. പുതിയ നിയമത്തിന് മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യക രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. ദൈവമക്കളെ, ഇതാണ് ഇന്ന് നമ്മുടെ പ്രസംഗ വിഷയം കേട്ടോ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഞാൻ ഇനി വായിക്കുന്ന വാക്യങ്ങൾ ഞാൻ വായിച്ചു കൊള്ളാം. നമുക്കറിയാം, പുതിയ നിയമത്തിൽ ലേഖനങ്ങളിൽ 14 ലേഖനങ്ങൾ എബ്രായ ലേഖനമടക്കം അപ്പോസ്തലനായ പൗലോസ് എഴുതിയെന്ന് വിശ്വസിക്കുന്നു, അല്ലേ? ആ 14 ലേഖനങ്ങളിൽ എബ്രായ വിശ്വാസത്തിലേക്ക്, അല്ലെങ്കിൽ എബ്രായ വിശ്വാസത്തിൽ നിന്നും ക്രിസ്തു വിശ്വാസത്തിലേക്ക് വന്ന ഒരു പറ്റം ദൈവജനത്തോട് യേശു ക്രിസ്തു ആരെന്ന് വെളിപ്പെടുത്തുവാൻ മനസ്സിലാക്കാൻ അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ലേഖനമാണ് എബ്രായർക്ക് എഴുതിയ ലേഖനം. ഒന്നുകൂടി സ്വതന്ത്രം പറഞ്ഞേ. ഞാൻ ഈ വചനം ഇങ്ങനെ നിങ്ങൾക്ക് ഒരു കൊച്ചു കുഞ്ഞുണ്ടെങ്കിൽ അവർക്കൂടി മനസ്സിലാകാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ഇങ്ങനെ പോകും. അത് മനസ്സിലാകാതെ പോകരുത്. അതുകൊണ്ട് എബ്രായ ലേഖനം എഴുതാനുണ്ടായ ഒരു കാരണം, ഈ എബ്രായ വിശ്വാസികൾ അല്ലെങ്കിൽ ഈ എബ്രായ ആളുകൾ അവരുടെ ആചാരങ്ങളും അവരുടെ അനുഷ്ഠാനങ്ങളും എല്ലാം അനുസരിച്ചിരുന്നവർ ഈ കൃപയിലോട്ട് വന്നപ്പോൾ അവർക്കൊരിക്കലും പഴയ നിയമ ആരാധനകളാകട്ടെ പഴയ നിയമ ആചാരങ്ങളാകട്ടെ അവർക്ക് ഉപേക്ഷിച്ച് കളയാൻ ഒരിക്കലും മനസ്സില്ലായിരുന്നു. എന്ന് വെച്ചാൽ യഹൂദന്മാർക്ക് യെരുശലേം ദൈവാലയം അവിടെ അഭിമാന സംഭവമാണ്. പൗരോഹിത്യം മാറ്റിക്കൂടാൻ കഴിയാത്തതാണ്. ആലയത്തിലെ യാഗങ്ങൾ, യാഗവസ്തുക്കൾ അതൊന്നും മാറ്റിക്കൂടാൻ കഴിയാത്തതാണ്. ഇതുപോലെ വിശ്വാസത്തിലേക്ക് വന്ന ഇവരുടെ ജീവിതത്തിൽ പൗലോസിന്റെ കാഴ്ചപ്പാടിൽ ഇപ്പോഴും ആ പൗരോഹിത്യം അവർ വിട്ടിട്ടില്ല. ഇപ്പോഴും ദൂതന്മാരോടുള്ള ആരാധന അവർ വിട്ടിട്ടില്ല. ഇപ്പോഴും അഹരോനെ അവർ വിട്ടിട്ടില്ല. ഇപ്പോഴും ആലയവും ആലയത്തിന്റെ വസ്തുക്കളും അവർ വിട്ടുമാറാൻ ശരിയായിട്ടില്ല. എന്ന് വിശ്വാസത്തിലേക്ക് വന്നെങ്കിലും ആചാര അനുഷ്ഠാനങ്ങൾ പലതും ഉപേക്ഷിക്കാൻ അവർക്ക് മനസ്സുകൊണ്ട് കഴിഞ്ഞിട്ടില്ല. ഒരു ഹല്ലേലൂയ എന്ന് ഉറക്കെ പറയാമോ? പ്രൈസ് ദി ലോർഡ്. അത് മനസ്സിലാക്കാൻ ഞാനൊരു കൊച്ചു കാര്യം പറയാം. ഞങ്ങളുടെ കൊച്ചിയിൽ കൂടുതലും കാത്തലിക്കിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നത് റോമൻ കാത്തലിക്കിൽ നിന്ന്. അങ്ങനെ എൻ്റെ ചർച്ചിലേക്ക്
റോമൻ കാത്തലിക് എന്ന് വന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഒരിക്കൽ ഞാനൊരാളെ എൻ്റെ കൂട്ടിന് മീറ്റിങ്ങിന് കൊണ്ടുപോകാൻ ഒരാളെ വിളിച്ചു. കുമളിയിലായിരുന്നു മീറ്റിംഗ്. എൻ്റെ കൂടെ വരുന്ന ദൈവദാസന്മാരാരും വന്ന് ഇല്ലാതിരുന്നതുകൊണ്ട് ഞാൻ ആ ചാണ്ട് പച്ചായ എൻ്റെ കൂടെ വാഹനത്തിൽ ഒന്നിരിക്കണം, ഇത്രയും ദൂരം യാത്ര ചെയ്യണം, നമുക്ക് ഒരുമിച്ചൊന്ന് പോകണം എന്ന് പറഞ്ഞ് ഞാൻ വരാമെന്ന് പറഞ്ഞു. പുള്ളി ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ കൂടെ വരാൻ. അങ്ങനെ ഫസ്റ്റ് ദിവസം മീറ്റിംഗ് കഴിഞ്ഞ് 3 ദിവസത്തെ മീറ്റിംഗാണ്. രാത്രി ഞങ്ങൾക്ക് അവിടെ താമസിക്കാൻ ഒരു മുറിയൊക്കെ തന്നു. അപ്പം ഞങ്ങൾ പ്രാർത്ഥിച്ച് ആഹാരമൊക്കെ കഴിച്ച് കിടക്കാൻ വേണ്ടി അവിടെ 2 കട്ടിലുണ്ട്. ലൈറ്റ് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. ഞാൻ എൻ്റെ കട്ടിലിരുന്ന് പ്രാർത്ഥിച്ചു, അച്ചായൻ മറ്റേ കട്ടിലിരുന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ ഈ സ്തോത്രത്തിൽ ഇങ്ങനെ ജാഗരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ചായൻ ഒറ്റ പ്രാർത്ഥനയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ നോക്കുമ്പോൾ കുരിശ് വരച്ചങ്ങ് തുടങ്ങിയ. അപ്പോൾ എനിക്കൊരു അത്ഭുതം തോന്നി. എൻ്റെ വിശ്വാസിയാ, ഞാൻ പാസ്റ്ററും, പുള്ളി വിശ്വാസിയാ. അപ്പം ഈ വര കണ്ടപ്പോൾ ഞാൻ ഉടനെ ചോദിച്ചു, അങ്ങനെ എന്തായി കാണിക്കുന്നേ? അയ്യോ സോറി എന്ന് കൊണ്ട് കുരിശങ്ങ് വായിച്ചു കളഞ്ഞു. എന്ന് വെച്ചാൽ മതിയായില്ലേ, പോരെ എന്നുള്ള ഭാഗത്തിൽ 2 കുരിശും വായിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, അല്ല അങ്ങളെ പേര് പറയുന്നില്ല, കാരണം അവരൊക്കെ എല്ലാം ഓൺലൈനിലുണ്ട്. അതെ, ഞാൻ പറഞ്ഞു, അച്ഛാ ഈ എന്നെ ഇടപാടായി കാണിച്ചേ. അതേ ഭാഷേ, ഈ വരച്ചു തുടങ്ങിയത് ഒത്തിരി ആളായില്ലേ, 40-45 വർഷം ഇത് വരച്ചതല്ലേ. ഈ വരച്ച് 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 ഇപ്പോഴും അറിയാതെ ഈ വര വരും. ഒരു സ്വത്രം എന്ന് പറഞ്ഞേ, അമേൻ അല്ലേ? അതുകൊണ്ടല്ലേ ഞങ്ങൾ എത്ര വലിയ പാസ്റ്റർമാരെന്ന് പറഞ്ഞാലും, എത്ര തിരക്കുള്ളവരെന്ന് പറഞ്ഞാലും, ഞങ്ങൾ ഈ ലൈൻ ബസ് കയറി കമ്പിയെ തൂങ്ങി പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നിങ്ങളാരും ഞങ്ങൾക്ക് എഴുന്നേറ്റ് തരാറില്ല. പാസ്റ്റാണോ? ആ മുകളിലോട്ട് നോക്കിയിട്ട് ഒരു സ്വത്രം പറയും. അതേസമയം ആ പണ്ടത്തെ നമ്മുടെ പള്ളിയിൽ അച്ഛൻ അതുപോലെ വരികയാണെങ്കിൽ നമ്മളപ്പോൾ തന്നെ എഴുന്നേറ്റ് കൊടുക്കും. ഞങ്ങളവിടെ തൂങ്ങി നിന്നാലും ആ നിപ്പ് എറണാകുളം വരെ നിൽക്കണം. പക്ഷെ ഒരു അച്ഛനെ കണ്ടാൽ ആ ഉടുപ്പിൻ്റെ ആ സാന്നിധ്യത്തിൽ നമ്മൾ ചാടി എഴുന്നേക്കും അല്ലേ? ഇപ്പോഴും പള്ളിനട കാണുമ്പോൾ അറിയാതെ മുട്ടുമടക്കി നെഞ്ചത്തിട്ട് 2 കൊട്ട് കൊട്ടുന്നവരെ ഇതിനകത്തുണ്ട്. ഒരു സ്വതന്ത്രം പറ. ഹല്ലേലൂയ, ആമേൻ അല്ലേ? പണ്ട് അവിടെ കൊണ്ടുപോയി അവൻ ഒരു 150 ഗ്രാം കുപ്പിക്കകത്ത് അവൻ 150 ഗ്രാം വെളിച്ചെണ്ണ ആ കൽവിളക്കിക്കൊണ്ട് ഒഴിക്കുമായിരുന്നു. ഇപ്പോ എണ്ണ അവിടെ ഒഴിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഒരു കുപ്പി എണ്ണയും കൊണ്ട് ഇങ്ങോട്ട് ഒഴിക്കും. വിഷയം എന്താണെന്നറിയോ? അവിടെ ഒഴിക്കാൻ പറ്റുന്നില്ല, പക്ഷേ ഈ ടെൻഡൻസി എന്ത് ചെയ്തിയാ അത് കിടക്കുക. ഒരല്ലെന്ന് പറഞ്ഞു അവിടെ ആ ഒരു തോട എണ്ണ ഒഴിച്ച ആ ഒരു ടെൻഡൻസി അകത്ത് കിടക്കുന്നതുകൊണ്ട് ഇതെവിടെയെങ്കിലും കൊണ്ട് ഒഴിക്കണ്ടേ. അതുകൊണ്ട് അവൻ ഈ എണ്ണ പ്രാർത്ഥിക്കാൻ തന്നെ കുറെ കാണും. സ്വതന്ത്രം ഒരല്ലെന്ന് എന്ന് പറഞ്ഞു. ഞാൻ ഈ കാലഘട്ടത്തിലെ പ്രസംഗനാ കേട്ടോ, ആമേൻ സ്തോത്രം. ഈ നമ്മള് അറിഞ്ഞോ അറിയാതെ എവിടേക്കോ ഈ പഴയത് കിടപ്പുണ്ട്. ഒരു സ്വതന്ത്രം എന്ന് പറഞ്ഞേ, അത് ഈ 12ാമത്തെ ദിവസം പൊട്ടി മാറണമെന്ന് പരിശുദ്ധത പറയുന്നു. ഹല്ലേലൂയ. എന്ന് വെച്ചാലേ ചിലത് അഴിയണം, ചിലത് പൊട്ടി മാറണം. ഈ വിശ്വാസ ജീവിതത്തിലേക്ക് കാഴ്ചവട് വെച്ച ദൈവത്തിന്റെ പൈതലെ, എത്രത്തോളം ഈ തോണിയിൽ നീ കാലി ചവിട്ടോ. ബാല് ദൈവമെങ്കിൽ ബാലിനെ സേവിക്കുക, യഹോവ ദൈവമെങ്കിൽ യഹോവയെ സേവിക്കുക. ഒന്നെങ്കിൽ അവിടെ, അല്ലെങ്കിൽ ഇവിടെ. അവിടെയും ഇവിടെയും ഒരുമിച്ച് സേവിക്കരുത്. സ്വതന്ത്രം. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞ് പ്രൈസ് ഗോഡ്. എൻ്റെ പ്രസംഗം മാറിയെങ്കിൽ അതിന് തക്കതായ ആളുകൾ ഇവിടെ ഉണ്ട്. ചില പ്രസംഗര് പറയും, ഞാൻ ഇവിടുത്തെ കാര്യമല്ല പറഞ്ഞേ, തിരുവല്ലയിലെ കാര്യം. നോ, ഞാൻ പറയുന്നത് ഇവിടുത്തെ കാര്യമാണ്. ആമേൻ. ദൈവമല്ലേ, ഈ 12ാമത്തെ ദിവസം
ഇവിടത്തെ ഉണർവിനകത്തിരുന്ന് കൈയടിച്ചോ നീ വെളിയിലേക്ക് പോയി മറ്റൊരു റൂട്ടിലേക്ക് നീ മാറുമ്പോൾ നിന്റെ ബന്ധനം അഴുകിയല്ല, ബന്ധനം മുറുകയാണ്. പരിശുദ്ധൻ പറയുന്നു, അതുകൊണ്ട് ചിലതിനകത്തുനിന്ന് ഒരു വേർപാടിലേക്ക് ദൈവസഭ തിരിച്ചു വരട്ടെ, ദൈവമക്കൾ തിരിച്ചു വരട്ടെ. കരമടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഈ രാവിലെ സെക്ഷൻ ഞാൻ ഇങ്ങനെ അങ്ങ് പരിശുദ്ധാത്മാവ് തരുന്ന ദൂത് ഒന്ന് വിവേചിച്ച് നമ്മൾ മുന്നോട്ട് പോകാൻ പോകുക. സ്തോത്രം. ഇപ്പോ പൗലോസ് ലേഖനം എഴുതി. എന്തിനാ എഴുതിയ? ഇവരെങ്ങനെയെങ്കിലും ഈ പൗരോഹിത്യത്തിൽ നിന്ന് ഒന്ന് മടക്കി കൊണ്ടുവരണം. പഴയ ആചാരത്തിൽ നിന്ന് ഇവരെ ഒന്ന് മടക്കി കൊണ്ടുവരണം. അതിന് പൗലോസ് അക്കമിട്ട് ഓരോന്ന് എഴുതാൻ തുടങ്ങി. 1-ാം അധ്യായത്തിൽ യേശു ക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ എന്നെഴുതി. അടുത്ത അധ്യായത്തിൽ യേശു ക്രിസ്തു അഹരോനേക്കാൾ ശ്രേഷ്ഠൻ എന്നെഴുതി. അടുത്ത അധ്യായത്തിൽ യേശു മോശയേക്കാൾ ശ്രേഷ്ഠൻ എന്നെഴുതി. അടുത്ത അധ്യായത്തിൽ ആലയത്തേക്കാൾ ശ്രേഷ്ഠൻ. അടുത്ത അധ്യായത്തിൽ ആലയത്തിലെ ഉപകരണങ്ങളെക്കാൾ ശ്രേഷ്ഠൻ. അടുത്ത അധ്യായത്തിൽ മൽക്കീസേദെക്കിനേക്കാൾ ശ്രേഷ്ഠൻ. ഇങ്ങനെ 1-ാം അധ്യായം തൊട്ട് യേശുവിന്റെ ശ്രേഷ്ഠത പറഞ്ഞ് 11-ാം അധ്യായത്തിലെത്തി. 11-ാം അധ്യായത്തിലെത്തി. 11-ാം അധ്യായത്തിൽ വന്ന് നിൽക്കുന്ന ഈ എബ്രായ ലേഖന കർത്താവ് പഴയ നിയമ വിശുദ്ധന്മാരായ 33 വിശ്വാസ വീരന്മാരെ പട്ടിക പോലെ കോർത്തിണക്കി നിർത്തി. എത്ര പേരെ? 33-ലധികം വിശ്വാസ വീരന്മാരെ 11-ാം അധ്യായത്തിൽ ഇങ്ങനെ കൊണ്ടുവന്ന് കോർത്തിണക്കി നിർത്തി. മാറിപ്പോവല്ലേ? 1-ാം അധ്യായത്തിൽ അവൻ യേശു ദൂതന്മാരെക്കാൾ, യേശു അഹരോനേക്കാൾ, യേശു മോശയേക്കാൾ, യേശു അവൻ സ്വർഗത്തേക്കാൾ, യേശു മൽക്കീസേദെക്കിനേക്കാൾ, യേശു പഴയ നിയമ യാഗങ്ങളേക്കാൾ, യേശു പഴയ നിയമ ആചാരങ്ങളേക്കാൾ യേശു ശ്രേഷ്ഠൻ. ഇത് പറഞ്ഞു 11-ാം അധ്യായത്തിൽ വന്നിട്ട് 33 വിശുദ്ധന്മാരെ പൗലോസ് അങ്ങ് കോർത്തിണക്കി. അബ്രഹാമിൽ തുടങ്ങിയ വിശുദ്ധന്റെ പട്ടിക പുതിയ നിയമ വിശ്വാസത്തിന്റെ ആരംഭത്തിലെ വിശ്വാസ വീരന്മാരെ വരെ കൊണ്ടുവന്ന് നിർത്തി. അബ്രഹാം ഉണ്ട്, ശമൂവേലുണ്ട്, ആമൻ ദാവീദുണ്ട്, ആമൻ ദാനിയേലുണ്ട്, എബ്രായ ബാലന്മാരുണ്ട്, ആമൻ ദെബോരയുണ്ട്, ആമൻ ഇവരെല്ലാം കോർത്തിണക്കി കൊണ്ടുവന്ന് നിർത്തി. എന്നിട്ട് 12-ാം അധ്യായത്തിൽ ശ്രദ്ധിക്കണേ, 12-ാം അധ്യായത്തിൽ ഈ 33-ൽ പരം വിശുദ്ധന്മാരെ, വിശ്വാസ വീരന്മാരെ ഒരു സ്റ്റേഡിയം കണക്ക് ഒരു ഗാലറിയിൽ കൊണ്ടുവന്ന് അവരെ അങ്ങ് നിരത്തി അങ്ങ് ഇരുത്തി ഗാലറിയിൽ. എന്നിട്ട് ഈ 33-ലധികം വിശുദ്ധന്മാരെ ഈ പുറകിൽ മുമ്പിൽ അല്ലെങ്കിൽ ഈ ഗാലറിയിൽ ഇരുത്തിയിട്ട് 12-1 പൗലോസ് അടുത്ത എഴുത്തെഴുതി. വായിക്കാം. 12-ാം അധ്യായം 1-ാമത്തെ വേദവാക്യം. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന ഭാവവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. എന്നിട്ട് അടുത്ത വാക്യം പറയുന്നു, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ച് പറയാമോ? ഒന്നുകൂടി ഞാൻ ഈ വാക്യം നിങ്ങൾക്ക് ആർക്കും വിട്ടുപോകാതിരിപ്പാൻ ഒന്നുകൂടി പറയുന്നു. അവൻ 1-ാം അധ്യായം തുടങ്ങി അവൻ യേശു ക്രിസ്തു ശ്രേഷ്ഠൻ എന്ന് പറഞ്ഞിട്ട് 11-ാം അധ്യായത്തിൽ 33-ലധികം വിശ്വാസ വീരന്മാരെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് ആമൻ പൗലോസ് ഈ 33 വിശുദ്ധന്മാരെ ഒരു ഗാലറിയിൽ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് ആ ഓട്ടക്കളത്തിൽ ഓടാൻ നിൽക്കുന്ന ഗാലറിയുടെ താഴത്ത് കളിക്കളത്തിൽ ഓടാൻ നിൽക്കുന്ന പുതിയ നിയമ വിശ്വാസികളായ നമ്മെ കൊണ്ടുവന്ന് നിർത്തിയിട്ട്
പൗലോസ് പറയുന്നു, ശ്രദ്ധിച്ചേ, നിങ്ങൾ ഇവിടെ ഓടുന്നത് ഈ മുകളിലിരിക്കുന്ന 33 വിശ്വാസ വീരന്മാരെ നോക്കിയല്ല, പകരം ഇവരിൽ വ്യത്യസ്തനായി നിൽക്കുന്ന യേശുവിനെ നോക്കി ഓടണം. ഒന്നുകൂടി പറയാം. നിങ്ങളുടെ കൺമുമ്പിൽ ഇതൊന്ന് വരണം. നിങ്ങൾ ഇമാജിൻ ചെയ്യണം, ഒരു ഗാലറി ഒന്ന് കാണണം. അവൻ ആ ഗ്രൗണ്ടിൽ ഒരു കൂട്ടം ആളുകൾ ഓടാൻ നിൽക്കുന്നു. ഗാലറി കളി കാണാൻ കുറച്ചു പേർ നിൽക്കുന്നു. ആരൊക്കെയായിരിക്കുന്നേ? ആ ഗാലറി ഇരിക്കുന്ന ആരും ചെറിയവരല്ല. മോശയുണ്ട്, ഏലിയാവുണ്ട്, അബ്രഹാമുണ്ട്, ദാനിയേലുണ്ട്, ശമൂവേലുണ്ട്. ഇവരെല്ലാം കളി കണ്ടുകൊണ്ടിരിക്കുമ്പോ കളിക്കളത്തിൽ ഓടുന്നത് ആരാന്നറിയണ്ടേ? ഇതിനകത്തിരിക്കുന്ന ഞാനും നിങ്ങളുമാണ്. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. ഞാൻ ഇതിന്റെ ഗൗരവം ഒന്ന് പറഞ്ഞു തരാം കേട്ടോ. നമ്മൾ ഈ ഓട്ടക്കളത്തിൽ ഓടാൻ തുടങ്ങുമ്പോൾ അപ്പോസ്തലൻ പറയാണ്, നിങ്ങൾ ഓടാൻ വരട്ടെ. ഓടുന്നതിന് മുൻപ് ഒരു കാര്യം അറിയണം, ഈ പൊക്കത്തിരിക്കുന്ന ആരെയും നോക്കരുത്. നോക്കണമെങ്കിൽ യേശുവിനെ നോക്കിയാൽ മതി. പോരാ, ഒന്നുകൂടി പറയുക, ഇവരാരെയും നിങ്ങൾ നോക്കരുത്. അവരെല്ലാം ശക്തന്മാരാ. അബ്രഹാം ശക്തനാ, ദാനിയേൽ ശക്തനാ, ശമൂവേൽ ശക്തനാ, ദെബോര ശക്തനാ, ഏലിയാവ് ശക്തനാ. പക്ഷെ ഇവർ ആരുമല്ല നോക്കേണ്ടത് യേശുവിനെയാ. ശബനരക സന്ധരദനര നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവ് ഈ ദൂത് ഒന്നിട്ട് തരാൻ ആഗ്രഹിക്കുകയാണ്. ദൈവമക്കളെ, എന്തുകൊണ്ട് പലരും വിശ്വാസത്തിൽ നിന്ന് പിന്മാറി പോകുന്നത്? എന്തുകൊണ്ട് പലരും വീണു പോകുന്നത്? എന്തുകൊണ്ട് പലരും താളടിയാകുന്നത്? കാരണം എന്താണെന്നറിയാമോ? ഈ വിശ്വാസത്തിന്റെ പോർക്കളത്തിൽ ഓടുന്ന ദൈവമക്കൾ നോക്കുന്നത് ഒരു പക്ഷേ ഉപദേശിയായിരിക്കാം, ഒരു പക്ഷേ സംഘടനയായിരിക്കാം, ഒരു പക്ഷേ കമ്മിറ്റിക്കാരിയായിരിക്കാം. എന്നാൽ ഇന്ന് അവരെ നോക്കണ്ടെന്നല്ല, അവരെല്ല ഒരു മൂലക്കോട്ട് മാറ്റിവെക്ക. എന്നിട്ട് അവൻ കാലിടരാത്ത, ഒരിക്കലും വീഴ്ച വരാത്ത, ഒരിക്കലും അപകടം പറ്റാത്ത ഒരുവനെ നോക്കിയോട്. അവന്റെ പേരത്ര യേശു. ആമേൻ. 94 ഞാൻ വിശ്വാസത്തിലോട്ട് വരുന്നേ. എന്റെ ദൈവദാസൻ കർത്താവിന്റെ ദാസൻ ജോഷി പാസ്റ്റർ ആരംഭത്തിലെ ഒരു 3-4 വർഷം യേശു കഴിഞ്ഞാൽ എൻ്റെ ദൈവദാസനായിരുന്നു. പക്ഷേ ആ സ്നേഹം മൂത്ത് പിന്നെ യേശു 2ാം സ്ഥാനത്തും പാസ്റ്റർ 1ാം സ്ഥാനത്തുമായി. രാത്രി പാസ്റ്ററിന്റെ വീട്ടിൽ നിന്ന് പോകുന്നത് 2 മണിക്ക്, നേരം വെളുത്താൽ ഓടിയെത്തുന്ന പാസ്റ്റർ വീട്ടിൽ, പിന്നെ രാത്രി പോരും, പിന്നെ രാവിലെ പോരും. പിന്നെ എൻ്റെ ആരാധന കേന്ദ്രം, എൻ്റെ റോൾ മോഡൽ, എൻ്റെ എല്ലാം എൻ്റെ പാസ്റ്റർ. ഒരു സ്വതന്ത്രം പറഞ്ഞേ. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് യേശു പറഞ്ഞ പോലെ ഞാൻ നിങ്ങളെ വിട്ടു പോകും എന്ന് പറഞ്ഞ പോലെ പാസ്റ്റർ കൊച്ചിയിൽ നിന്ന് പെട്ടെന്ന് ട്രാൻസ്ഫറായി. അവൻ ആലപ്പുഴക്ക് പോയി. എൻ്റെ വിശ്വാസം പോയി, എൻ്റെ പ്രത്യാശ പോയി, എൻ്റെ സന്തോഷം പോയി. അന്ന് തമ്പുരാൻ ഇരുത്തി പഠിപ്പിച്ചു, ഇവരെല്ലാം ഉണ്ടല്ലോ ഒരു മാധ്യമമായി ദൈവം ഉപയോഗിക്കുക. ഇവരല്ല നീ നോക്കേണ്ടത് യേശുവിനെ മാത്രമാ. പോരാ, കാര്യം ഉയർത്ത് ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. നിങ്ങൾ റോൾ മോഡലാക്കേണ്ടത് യേശുവിനെയാണ്. നിങ്ങൾ സ്വീകരിക്കേണ്ടത് യേശുവിനെയാണ്. അവൻ നിങ്ങൾ ഒന്നുകൂടി പറയാം, ഇവരാരും ചെറിയവരല്ല. ആണോ? അബ്രഹാം ചെറിയാണോ? മോശ ചെറുതാണോ? ദാനിയേൽ ചെറുതാണോ? ആണോ? ഇവരാരും ചെറിയവരല്ല. പക്ഷേ എബ്രായ ലേഖന കർത്താവിന്റെ കർശനമായ മറുപടി, ഇവരാരെയും നോക്കരുത്, നോക്കേണ്ടത് യേശുവിനെ മാത്രമാണ്.
അടുത്തിരിക്കുന്ന രണ്ടുപേരോട് കൈ കൊടുത്ത് പറ, നോക്കേണ്ടത് യേശുവിനെയാണ്. ഒന്ന് പറഞ്ഞേ. അല്പം സമയം എടുത്താലും കുഴപ്പമില്ല. ഒന്ന് പറഞ്ഞോ, നോക്കേണ്ടത് യേശുവിനെയാ, മറ്റാരെയും നോക്കരുത്. മാമൻ നോക്കിയാൽ ഒരിക്കൽ അവൻ വേദനയുണ്ടാകാം, അവൻ അവരുടെ അകത്തുനിന്ന് അവൻ ഭാരങ്ങൾ ഉണ്ടാകാം, അവിടെ അകത്തുനിന്ന് നിങ്ങൾക്ക് വിഷമം ഉണ്ടാകാം, പ്രയാസമായ അനുഭവങ്ങൾ ഉണ്ടാകാം. എന്നാൽ ഇന്ന് വരെ എൻ്റെ ഹൃദയത്തിൽ ഭാരം വരാതെ, എനിക്കൊരു വേദന വരാതെ, എൻ്റെ മനസ്സിടരാതെ, എൻ്റെ കാലിടരാതെ എന്നെ നടത്താൻ കഴിവുള്ള ഒരേ ഒരു ദൈവം എൻ്റെ യേശുവത്രേ. ആമേൻ. എൻ്റെ രണ്ട് കുഞ്ഞുങ്ങൾ ഇവിടെയുണ്ട്, എൻ്റെ വൈഫുണ്ട്. അവർക്കറിയാം യേശു കഴിഞ്ഞിട്ടേ ഉള്ളൂ. എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും എല്ലാം രണ്ടാം സ്ഥാനം അവർക്കാ. പക്ഷെ യേശുവാ. ഞാൻ നോക്കുന്ന യേശുവിനെയാ. ഞാൻ യേശുവിനെ നോക്കാൻ തുടങ്ങിയപ്പോ അവരും യേശുവെ നോക്കാൻ തുടങ്ങി. ആമേൻ. ഇനി ഒന്ന് ശ്രദ്ധിച്ചേ. ഞാനിത് അല്പം ബഹളം ഉണ്ടാക്കി പോയാൽ മനസ്സിലാവില്ല, അതുകൊണ്ടാ ശാന്തമായി പോകുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ. ഇനി ഒന്ന് ശ്രദ്ധിച്ചേ. പൗലോസ് പറയുന്നത് ഇവരെല്ലാം നോക്കണം. 10:45 അടുത്ത് ശുശ്രൂഷകന്മാർ കൃപയാൽ കൊച്ചു കുഞ്ഞുങ്ങളുമൊക്കെ ആയിട്ട് ദൈവം തന്നിട്ടുണ്ട്. അപ്പം ഞാനിടയ്ക്ക് എൻ്റെ കൂടെയുള്ള ദേവദാസന്മാർക്ക് പ്രസംഗിക്കാൻ സമയം കൊടുക്കുമ്പോൾ ഇവരെന്നോട് വന്നിട്ട് പറയും, റിജീഷ് അടക്കം, പാസ്റ്റർ ഒരു കാര്യം ചെയ്യും, പാസ്റ്റർ അങ്ങ് എഴുന്നിട്ട് പോയിക്കോ, പാസ്റ്റർ അകത്തോട്ട് പോയിക്കോ, അല്ലെങ്കിൽ ഓഫീസിൽ പോയിരുന്നോ, ഞങ്ങൾ പ്രസംഗിക്കാം. അപ്പം ഞാൻ ഇവിടെ പ്രസംഗിക്കാനായിരിക്കുന്നേ. അപ്പം ഇവന്മാർ പറയും, പാസ്റ്റർ ഇവിടെ ഇരിക്കണ്ട, പാസ്റ്റർ അങ്ങ് പോയിക്കോ. അപ്പം ഞാൻ ഓർത്ത് എന്നെ ഇരുത്താത്തെ. ഒരു ദിവസം ഇവൻ എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഇവിടെ ഇരുന്നാൽ ഞങ്ങളുടെ പ്രസംഗമൊക്കെ തെറ്റും. അതങ്ങനെയാണ്. പാസ്റ്റർ ഇവിടെ ഇരിക്കും. കാരണം ഞാനല്ല അവരെ എങ്ങനെ പ്രസംഗിക്കണം, എങ്ങനെ പ്രസംഗം ഉണ്ടാക്കണം, എങ്ങനെ ആഭിമുഖം പറയണം, എങ്ങനെ ഉപസംഹാരം വേണം, ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ച്. അപ്പം ഞാനിങ്ങനെ മുമ്പിൽ ഇരിക്കുമ്പോൾ അവർക്കൊരു ടെൻഷൻ. പാസ്റ്റർ ഇവിടെ ഇരിക്കുമ്പോൾ സ്തോത്രം എങ്ങനെ പ്രസംഗിക്കും. ഇന്ന് കോട്ടയത്ത് ഏറ്റവും വലിയ ചർച്ചൻ്റെ പാസ്റ്ററായ ഷാജം പാസ്റ്റർ ഒരു ദിവസം പ്രസംഗിക്കാൻ കയറി ഞാൻ മുമ്പിൽ ഇരിക്കുക. വെപ്രാളത്തിന് അവിടെ ഇരുന്ന ഗ്ലാസുമൊക്കെ ഉരുട്ടി താഴെ ഇട്ടു. പ്രസംഗ വീടുമൊക്കെ കൂടി അവൻ ഗ്ലാസ് എല്ലാം പൊട്ടിച്ചു കളഞ്ഞ് ആകെ പ്രശ്നമായി. ഞാൻ എന്നാ ഈ കാണിക്കുന്നേ, പാസ്റ്റർ ഇവിടുന്ന് പോ, അപ്പം ശരിയാവും. അപ്പം ഞാൻ അവളെ മുമ്പിൽ ഇരിക്കുന്നതാ ഏറ്റവും പ്രശ്നം. ശരിയല്ലേ? നിങ്ങൾ ഓർമ്മയുണ്ടോ? നിങ്ങൾ പഠിപ്പിച്ച ആ കോളേജിൽ ഒരു ദിവസം ആ പഠിപ്പിച്ച പ്രൊഫസർ മുൻപിൽ ഇരുന്നപ്പോൾ നിങ്ങളോട് ക്ലാസ് എടുക്കാൻ പറഞ്ഞ ആ ദിവസം വിറച്ചില്ലേ? മുട്ടുകാല് വിറച്ചില്ലേ? ശബ്ദമടയില്ലേ? ശരിക്കും പഠിച്ചല്ലേ പോയത്? എന്നാ പഠിപ്പിച്ചവൻ മുൻപിൽ ഇരിക്കുമ്പോ അവൻ നമ്മുടെ ഭാഷയൊക്കെ തെറ്റും. ഞാൻ ചോദിച്ചോട്ടെ, ശ്രദ്ധികളെ, എന്തിനാ ഇത് പറഞ്ഞതെന്ന്? അവൻ നമ്മൾ ഈ ഓട്ടക്കളത്തിലെ ഓടിക്കൊണ്ടിരിക്കുമ്പോഴേ കാണുന്ന ആരാന്നറിയോ? പറ, ആരാ? യേശുവോ? യേശുവിനെ നോക്കിയാ ഓടുന്നേ. അബ്രഹാം, ദാനിയേൽ, ശദ്രക്, മേശക്, ഇവരെല്ലാം തോറ്റവരല്ല, ഇവരെല്ലാം ജയിച്ചവരാ. ഇവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ നമ്മുടെ ഓട്ടം എങ്ങനെയാ ഓടണ്ടേ? മറുപടി ഇല്ലല്ലേ? മറുപടി ഇല്ല. പറഞ്ഞുതരാം, കുറച്ചുകൂടി മറുപടി തരാം. ഇപ്പൊ ലോഡ്സൺ ഇവിടെയുണ്ട്, പേര് പറയുന്നുണ്ട്. ലോഡ്സൺ ഞങ്ങളുടെ നാട്ടില് കൊച്ചിയിൽ ഇങ്ങനെ അല്പമായിട്ടൊക്കെ ഫുട്ബോൾ കളിക്കും, അല്ലേ? കളിക്കും. ഇപ്പൊ പറ്റില്ല, കളിക്കും. അപ്പം ഞാനൊരു ദിവസം പറഞ്ഞടാ, ഒരു മാച്ചുണ്ട്, കളിക്കണം. എന്നോട് ചോദിച്ചു, എവിടെയാ? ഇവിടെ പത്തനംതിട്ടയിൽ ഒരു കളിയുണ്ട്, നീ വന്ന് കളിക്കണം. അപ്പം എന്നോട് ചോദിച്ചു, അവിടെ എതിർ ടീം ആരാ? കായംകുളത്തുകാരാ. അവൻ വലിയ ജേഴ്സിയൊക്കെ ഇട്ട് കളിക്കാൻ വന്നു. അവിടെ ഒരു പഞ്ചായത്ത് ഗ്രൗണ്ടിൻ്റെ ഒരു ഗ്രൗണ്ടിലായിരുന്നു കളി. കളിക്കാനായിട്ട് കളിക്കളത്തിൽ ഇറങ്ങി ചുറ്റും നോക്കിയപ്പോഴേ നേരെ മുമ്പിൽ മെസ്സി ഇരിക്കുന്നു. ആര്? പറ. അവിടെ നിന്നും ആ കണ്ണുമാറ്റി ഇവിടെ നോക്കിയപ്പോ റൊണാൾഡോ ഇരിക്കുന്നു. കളിക്കാൻ പറ്റുമോ? പറ. നിങ്ങൾക്ക് പറ്റുമോ?
ഇവിടെ പഞ്ചായത്ത് ഗ്രൗണ്ടിലും പള്ളിപ്പറമ്പിലും പന്ത് തട്ടി കളിച്ച് ശീലമുള്ള നമ്മൾ കളിക്കാൻ ചെന്നപ്പോൾ ലോക റെക്കോർഡ് മേടിച്ച മെസ്സിയും റൊണാൾഡോയും ഒക്കെ എൻ്റെ കളി കാണാനിരിക്കുമ്പോൾ എനിക്ക് കളിക്കാൻ പറ്റുമോ? എൻ്റെ കളിയിൽ കാലിടറത്തില്ലേ? എൻ്റെ മനസ്സിടറത്തില്ലേ? ദൈവമക്കളെ, ഈ വിശ്വാസത്തിൻ്റെ ഓട്ടക്കളത്തിൽ നമ്മുടെ ഓട്ടം കാണാനിരിക്കുന്നത് 33-ലധികം വിശ്വാസ വീരന്മാർ ഗാലറിയിൽ ഇരിക്കുമ്പോൾ ഉഴപ്പി ഓടരുത്, ഉഴപ്പി ആരാധിക്കരുത്, ഉഴപ്പി നൃത്തം ചെയ്യരുത്. ഹല്ലേലൂയ, സ്വതന്ത്രം. ദേവദാസ് പറയും അത് മനസ്സിലായില്ല, ഞാൻ ഒന്നുകൂടി പറയാം. ഇനി ഒന്ന് ശ്രദ്ധിച്ചേ. ആ ഗാലറിയിൽ ഇരിക്കുന്ന ഒരാളെടുക്കാം, ദാവീദ്. ദാവീദ് അവിടെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആരാധിക്കുക. ആരാധിക്കുമ്പോഴേ ആർക്കോ വേണ്ടി അടിക്കുന്ന പോലെ ഇങ്ങനെ ഈ ചുണ്ണാമ്പ് തേച്ചുകൊണ്ടിരിക്കുമ്പോൾ ദാവീദ് എന്തു പറയും? പറഞ്ഞോ, സമയമുണ്ട്, പറ. ഗാലറിയിൽ ഇരിക്കുക ദാവീദ്. നിങ്ങൾ ഇവിടെ ഞങ്ങളിവിടെ തകർത്ത് ആരാധിക്കുമ്പോൾ നിങ്ങൾ ആർക്കാണ്ടും വേണ്ടി തേക്കുന്ന പോലെ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ വെടിച്ചോണ്ടിരിക്കുമ്പോൾ ദാവീദ് ഗാലറിയിൽ ഇരുന്ന് എന്ത് പറയും? പറ. ഈ മൈക്ക് ഞാൻ ദാവീദിന് കൈമാറിയാൽ ദാവീദ് പറയും, ഇറങ്ങിപ്പോടാ, പഠിക്കണ്ട, കുറച്ചുകൂടി കഴിഞ്ഞടിക്കുക. ദാവീദ് എന്ത് പറയും? പറ, ഇറങ്ങിപ്പോടാ. ദാവീദ് പെട്ടകത്തിന് മുമ്പിൽ നൃത്തം ചെയ്ത് തുള്ളിയും ചാടിയും കുതിച്ച് അവൻ ആർത്തു സ്തുതിച്ച് പെട്ടകത്തിന് മുമ്പിൽ തന്നെ ഹീനനായി തന്നെ മറന്ന് ദൈവത്തെ ആരാധിച്ച് ദാവീദ് ഗാലറിയിൽ ഇരിക്കുമ്പോൾ ആരാധനയിൽ ഉഴപ്പരുത്. ഒരു സ്തോത്രം എന്ന് പറഞ്ഞേ. ഇതിന് ശേഷം ഒന്ന് ആരാധിക്കും നമ്മൾ. ഒരു സ്തോത്രം പറഞ്ഞേ. ആരാധിക്കുമ്പോൾ ദാവീദ് ഉണ്ട് എന്നുള്ള ചിന്തയിൽ വേണം ആരാധിച്ചേക്കണം. ആമേൻ, ഹല്ലേലൂയ. ഇനി വിശ്വാസ ജീവിതത്തിൽ അടിപതറി നിൽക്കുന്ന ഒരാള് ഈ ഓട്ടക്കളത്തിൽ ഓടുമ്പോൾ അബ്രഹാം അവിടെ നിന്ന് നോക്കുന്നുണ്ട്, നിന്റെ വിശ്വാസത്തിന്റെ ഓട്ടം എങ്ങനെയുണ്ട് എന്ന്. വെല്ലുവിളിയുടെ നടുവിൽ ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ ദാനിയേൽ അവിടെ ഇരിപ്പുണ്ട്, ജോസഫ് അവിടെ ഇരിപ്പുണ്ട്. ഇവരെല്ലാം പറയോ, ഇങ്ങനെയല്ല ഓടേണ്ടത്, ഞങ്ങൾ ഓടിയത് ഇങ്ങനെയല്ല. യേശു രക്തം തന്നത് നിനക്ക് വേണ്ടിയാണ്, യേശു രക്തം ചൊരിഞ്ഞത് നിനക്ക് വേണ്ടിയാണ്, ഞങ്ങൾക്ക് വേണ്ടി ചൊരിഞ്ഞത് ആടിന്റെ രക്തമാ, അവൻ പശുവിന്റെ രക്തമാ. പക്ഷെ നിനക്ക് വേണ്ടി ചൊരിഞ്ഞത് അവൻ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തമാ. ഹല്ലേലൂയ. ഏകദേശം മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ഈ തിരുവചന ധ്യാനത്തിലേക്ക് നമുക്ക് അടുത്തു വരാം കേട്ടോ, അടുത്തു വരാം. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഓടുന്നവർ അറിയേണ്ടതിന് ഒരു മുന്നറിയിപ്പ് തരുന്നു. വിശ്വാസ പോർക്കളത്തിൽ ഓടുന്ന ദൈവമക്കൾ അറിയേണ്ട സത്യം, സഹോദരി, നമുക്കിവിടെ ആരെയും ഓടി തോൽപ്പിക്കാനില്ല, ആരുടെയും ഓടി മുന്നിൽ കയറാനില്ല. ഒരല്ലേലൂയ പറ. പുതിയ നിയമവിശ്വാസത്തിൽ ഓടുന്ന ദൈവദാസനെ, ഓടുന്ന ദൈവ പൈതലെ, നമുക്കിവിടെ ആരെയും ഓടി തോൽപ്പിക്കാനില്ല, ആരെയും ഓടി തോൽപ്പിച്ച് മുന്നിൽ കയറാനില്ല. അങ്ങനെ ഒരു ഓട്ടമല്ല വിശ്വാസ ജീവിതത്തിന്റെ ഓട്ടം. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. എന്ന് വെച്ചാലേ പക്ഷെ ഇവിടെ കോമ്പറ്റീഷൻ ഇല്ല, ഇവിടെ എന്തില്ല? ഒരു ഹല്ലേലൂയ പറ. എനിക്ക് ലഭിച്ച കൃപക്കനുസരിച്ച് ഞാനിവിടെ പ്രസംഗിക്കുന്നു, എനിക്ക് തന്ന കൃപക്കനുസരിച്ച് ഞാനിവിടെ പ്രസംഗിക്കുന്നു. ഇന്നലെ വന്ന ദേവദാസനും നാളെ വരാൻ പോകുന്നതും തനിക്ക് ലഭിച്ച കൃപക്കനുസരിച്ച എൻ്റെ ഓട്ടമാണ്. അത് സെപ്പറേറ്റ് ആണ്. എൻ്റെ ഓട്ടക്കളത്തിൽ തനിക്കോടി എന്നെ തോൽപ്പിക്കാൻ കഴിയത്തില്ല, ആമേ തന്നെ തോൽപ്പിക്കാൻ എനിക്കും കഴിയത്തില്ല. രാമൻ എന്ന് പറഞ്ഞേ. പക്ഷേ ഈ പലരുടെയും പ്രസംഗവും ജീവിതവും സംസാരവും ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇവൻ മറ്റവനെ ഓടി. അങ്ങനെ തോന്നിപ്പോകും. ഒരു പാട്ട് പാടിക്കഴിഞ്ഞാൽ മറ്റൊരാൾ പാടുമ്പോൾ അവൻ ഇതിനേക്കാൾ ഒരു പ്രസംഗം പ്രസംഗിച്ചാൽ അടുത്ത പ്രസംഗം പ്രസംഗിച്ചാൽ ഇതിനേക്കാൾ നല്ല ആഗ്രഹമാണ്. പക്ഷെ ഇവിടെ ആരെയും നമുക്ക് ഓടി
പറ. തോൽപ്പിക്കാനില്ല. അതെന്തുകൊണ്ടാ മോനെ ഓടി തോൽപ്പിക്കാനില്ലാത്തത്? സിസ്റ്റേ, നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന 100 മീറ്റർ ആണെങ്കിൽ ഈ സഹോദരിക്ക് 500 മീറ്ററാണ്. തനിക്ക് 500 ആണെങ്കിൽ ആ പുള്ളിക്കാരത്തേക്ക് 300. ഓരോരുത്തർക്കും വ്യത്യസ്തമായ ട്രാക്ക് ദൈവം തന്നിട്ടുണ്ട്. ആ ട്രാക്കിലൂടെ ഓടി തികക്കണമെന്നുള്ളത് ദൈവത്തിന്റെ ഹിതമാണ്. അതുകൊണ്ട് തന്നെ ദൈവസഭ തിരിച്ചറിയണം, എന്റെ ട്രാക്കല്ല നിങ്ങളുടെ ട്രാക്ക്. ഒരു കാര്യം, ഇത് ഓടി തികക്കണം. ഇടയ്ക്ക് വെച്ച് ഇട്ടിട്ട് പോകരുത്. ഇടയ്ക്ക് വെച്ച് മനസ്സ് മടുത്തു പോകരുത്. മറ്റുള്ളത് കേട്ട്, മറ്റുള്ളത് കണ്ട്, എന്തെങ്കിലുമൊക്കെ കേട്ട്, ഏതെങ്കിലുമൊക്കെ പഴി കേട്ട് നീ ഓട്ടം നിർത്തിപ്പോവരുത്. എവിടം വരെയാണോ ഓടാൻ ദൈവം അവസരം തന്നത് അവിടം വരെ ഓടാൻ ഇന്ന് പകൽ ദൈവസഭയോട് ആത്മാവ് ദൂത് പറയുന്നു. അതിലെ തടസ്സങ്ങളെ ദൈവം എടുത്തു മാറ്റും. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഞാൻ നല്ല പോർ പൊരുതി. ഓട്ടം, വേദപുസ്തകത്തിൽ 2 പേരെയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത് ഫിനിഷ് ചെയ്തു എന്ന് പറഞ്ഞത്. ഒന്ന്, ക്രൂശിൽ കിടക്കുന്ന യേശു പറഞ്ഞു സകലതും പറ, സകലം നിവർത്തിയായി. 2, പൗലോസ് പറയുന്നു, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു. എന്റെ മുമ്പിൽ വെച്ച ഓട്ടം ഞാൻ ഓടി തികച്ചു. ഇനി അത് ഓടി തീർക്കാനില്ല. എവിടം വരെയാണോ ദൈവം തന്നത്, എവിടം വരെയാണോ ഓടാൻ അവസരം തന്നത് അവിടം വരെ ഞാൻ ഓടി. ദൈവസഭയോട് ആത്മാവ് പറയുന്നു, ഇന്ന് ലൈവിലൂടെ കേൾക്കുന്നവരോട് പരിശുദ്ധന പറയുന്നു, നിന്റെ ഓട്ടത്തിൽ ഒരിക്കലും പുറകിലേക്ക് നോക്കരുത്. ഒരു മനുഷ്യനെ നോക്കി ഓടരുത്. ഓടിയാൽ പ്രശ്നമുണ്ടാകും, ഓടിയാൽ മനസ്സ് ക്ഷീണിക്കും. ഓടുമ്പോൾ യേശുവിനെ നോക്കി ഓടുക. പക്ഷെ 3 കാര്യം ശ്രദ്ധിച്ചുകൊണ്ട് വേണം ഓടാൻ. 1, ഭാരം വിട്ടോടുക. 2, പാപം. ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടാണ് ഇവിടെ കയറി നിൽക്കുന്നത്, ഒരുപാട് പ്രാർത്ഥിച്ചിട്ടാണ്. പക്ഷെ കർത്താവ് എന്നോട് പറഞ്ഞു ഇതൊന്ന് പറയണമെന്ന് പറഞ്ഞു. ഭാരവും പാപവും, ഇത് രണ്ടും വിട്ടാൽ നിനക്ക് നോക്കാൻ ഒരാളുണ്ടാകും, അത് യേശുവാ. ഒരു സ്വോത്രം പറഞ്ഞേ. ഒന്ന് ശ്രദ്ധിച്ചേ, പുറകിലിരിക്കുന്നവർ മുതൽ മുൻപിലിരിക്കുന്നവർ വരെ ശ്രദ്ധിക്കണം. ഇപ്പോ പലരും ഓടുന്നത് എങ്ങനെയല്ല, ഭാരം വിട്ടിട്ടുണ്ട്, പക്ഷെ എന്ത് വിട്ടിട്ടില്ല? അവൻ വിട്ടിട്ടില്ല. ഭാരവും പാപവും വിട്ടോടണം. ഞാൻ കുറെ പ്രാവശ്യം ദൈവത്തോട് ചോദിച്ചു, കർത്താവ് ഞാൻ ഇത് പ്രസംഗിക്കണോ അല്ലെങ്കിൽ ഇത് മാറ്റിയിട്ട് വേറൊരു മെസ്സേജ് എടുക്കണം? കർത്താവിനോട് പറഞ്ഞു ഇത് തൊട്ടാൽ മതി എന്ന് പറഞ്ഞു. നിന്നെ ഓടാനാ വിളിച്ചേ. ഇത് ലൈവിലൂടെ പോകുന്നുണ്ട്, കയറി ഇറങ്ങി വരികയ. ചില സഹോദരിമാർക്കൊക്കെ ഒരു വിഷമമുണ്ടോ? ഒരു സഹോദരി എന്നെ ഒരു ദിവസം വിളിച്ചിട്ട്, രാത്രി വിളിച്ച് 11 മണിക്ക് 12 മണിക്ക് വിളിച്ചിട്ട് പറയാ, അമ്മാമ്മ ഉറങ്ങിയൊന്നു. അമ്മാമ്മ സിന്ധു ഇരിപ്പുണ്ട്. സിന്ധു ഇതൊന്നും കാര്യമാക്കരുത് കേട്ടോ. അമ്മാമ്മ ഉറങ്ങിയോ? അപ്പൊ ഞാൻ ചോദിച്ചു, അല്ല അമ്മാമ്മ ഉറങ്ങിയിട്ട് ഇപ്പൊ എന്നാ കാണിക്കാനാ? അല്ല ഉറങ്ങിയിട്ട് കുറച്ച് കാര്യം പറയാനാ. ഞാൻ നേരെ ഫോൺ അവക്ക് കൊടുത്തു. ഞാൻ പറഞ്ഞു, ഞങ്ങൾ രണ്ടും ഒരു ശരീരമാ. അവളോട് പറഞ്ഞ അവൾ എന്നോട് പറയും. അവളോട് പറയുന്നത് 1 മിനിറ്റ്, എന്നോട് പറഞ്ഞിട്ടും എന്ത് ചെയ്യുന്നില്ല. ലൈവ് കാണുന്നുണ്ട് കേട്ടോ. എന്നോട് പറയാ ലൈവ് കാണുന്നുണ്ട്, കുറച്ചുകൂടി മിടുക്കനായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇപ്പൊ 2ാമത്തെ പ്രാവശ്യമാണ് പറയുന്നത്. എന്നോട് വിചാര ഞാൻ പിശാചും കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. നമുക്കൊക്കെ ഇത് കേൾക്കുമ്പോൾ ഒരു ഹരമാണ്.
ഇതെല്ലാം കഴിഞ്ഞിട്ടായി പുസ്തകം എടുത്ത് ഇവിടെ വന്നേ. ലോകത്ത് കടന്ന് ഇതെല്ലാം കഴിഞ്ഞിട്ടാ ഈ പുസ്തകമെടുത്ത് കൃപയിലോട്ട് വന്നത്. ആമൻ ആമൻ. ലോകത്തിലെ സകല തരികടം കഴിഞ്ഞ്, ലോകത്തിന്റെ സകല കൂട്ടുകെട്ടും കഴിഞ്ഞ്, പിശാച് ഉപയോഗിക്കേണ്ട അങ്ങേയറ്റം ഉപയോഗിച്ച ഈ കൃപയുടെ വചനമെടുത്തത്. അതുകൊണ്ട് ദൈവ പൈതലേ, ഒരുവനും തെറ്റിക്കരുത്. ഈ കഴിഞ്ഞ ദിവസം ചർച്ചിലെ മീറ്റിംഗ് കഴിഞ്ഞിട്ടൊരു സഹോദരി നിൽക്കുക. അപ്പം ഞാൻ ബൈക്കെടുത്ത് കടയിലോട്ട് പോകുമ്പോൾ, പാസ്റ്റർ എന്നൊന്ന് അങ്ങോട്ട് വിട്ടേക്ക്. ഞാൻ പോയിട്ട് ഒരു ഓട്ടോറിക്ഷ വിളിച്ചോണ്ട് വന്നു. അപ്പം എന്നോട് പറയാ, അല്ലേലും പാസ്റ്ററിന് ഇപ്പം ഞങ്ങളോട് എന്തില്ല. ഈ വയ്യാവേലിനെ കയറ്റി ബാക്കി ഇരുത്തിക്കൊണ്ട് പോയിട്ട് വേണം മറ്റോ ഫോട്ടോ എടുത്ത് പിന്നെ പേപ്പറിലിടാൻ. ഒരു ഏനക്കേടുമില്ലാതെ നടക്കുന്ന എന്നെ ഏനം കെടുത്താനായിട്ട് അവക്ക് എൻ്റെ ബൈക്കിൽ കയറണം. അവിടെ സ്വോത്രം എന്ന് പറഞ്ഞേ. അത് ഭാഗ്യം, സ്വോത്രം. അതുകൊണ്ട് ചോദിക്കത്തില്ല, എനിക്കറിയാം. അതുകൊണ്ടല്ലേ പറയുന്നത്. ആമേൻ. സ്വോത്രം പറഞ്ഞു മക്കളെ. ഞാൻ ഈ ഫോണ് ഒരു വിസിറ്റിങ്ങിന് പോയപ്പോ സന്തോഷല്ലേ. 1:2 പിതാവായ ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ. എല്ലാരും ഒന്ന് ഉറങ്ങി പറഞ്ഞേ. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെട്ടവനുമായി ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുന്നു. എന്റെ ശിരസ് മുതൽ പാദം വരെ തളിച്ചത് ആട്ടുകൊറ്റന്റെ രക്തമല്ല, പശുവിന്റെ രക്തമല്ല, കുഞ്ഞാടിന്റെ രക്തമെന്ന് വിളിച്ചു പറയാൻ കഴിയുന്നവർ മാത്രം കരമടിച്ചെന്ന് ദൈവത്തെ ഒന്ന് ആരാധിച്ചേ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, ഈ ദൂത് നിങ്ങളുടെ അകത്തോട്ട് കയറട്ടെ. എനിക്ക് ഭയമില്ല കേട്ടോ, എനിക്ക് ഭയമില്ല. ഒരു മന്ത്രവാദിയെ ഭയമില്ല, ഒരാഭിചാരക്കാരനെയും എനിക്ക് ഭയമില്ല. ഇത് വെറുതെ പറയല്ല. അവൻ ഞാൻ താമസിക്കുന്നതും ഞാൻ ശുശ്രൂഷിക്കുന്നതും മട്ടാഞ്ചേരിയില്ല. അതായതുകൊണ്ടാണ് വിളിച്ചു പറയുന്നത്. അവൻ ഇതിന്റെ എല്ലാം ഈട്ടില്ലമാ. പക്ഷെ ഇന്ന് വരെ ഒരു പൈശാചിക മണ്ഡലമോ അതിന് കയറാൻ എന്റെ ദൈവം അനുവദിച്ചിട്ടില്ല. Amen. Shabalaragala. ദൈവമക്കളെ, എനിക്ക് സങ്കടം എന്താണെന്നറിയാമോ? പലപ്പോഴും ദൈവമക്കൾ ഈ രക്തത്തിന്റെ ശക്തിയെ അത്രയ്ക്ക് വില കൊടുക്കാറില്ല. എന്നാൽ ഈ സോപ്പ് തണ്ട് മുക്കി രക്തം തളിച്ചത് പുസ്തകത്തിന്റെ മേല. ഏത് രക്തം? ആടിന്റെ രക്തം എന്ന് തിരിച്ചറിയുക. എന്റെ മേൽ വീണത് ആടിന്റെ രക്തമല്ല, പശുവിന്റെ രക്തമല്ല, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുക്രിസ്തുവിന്റെ പുണ്യക രക്തമത്രേ. ഇനി നിങ്ങളെന്ന് ശ്രദ്ധിച്ചേ. ഞാൻ ഈ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ട് പറയുന്നു, എടാ മന്ത്രവാദിയെ, എടാ ആഭിചാരക്കാരനെ, എടാ സൂത്രം ചെയ്യുന്നവനെ, നിനക്ക് ധൈര്യമുണ്ടോ ഈ രക്തം വീണവനെതിരെ ഒരാഭിചാരം ചെയ്യാൻ, ഈ മന്ത്രവാദം ചെയ്യാൻ? വിളിച്ചു പറയുന്നു, കരമടിച്ച് ദൈവത്തെ ആരാധിച്ചിട്ട് പറ, ഹാബേലിന്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന ഈ പുണ്യക രക്തം, ജീവനുള്ള രക്തം തളിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന് എതിരെയും പിശാചിന് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഞാൻ നിങ്ങളോട് ഒരു മെസ്സേജ് പറഞ്ഞിരുന്നു. ഓർമ്മയുണ്ടെന്ന് എനിക്കറിയത്തില്ല. സെഖര്യാവിന്റെ പ്രവചനത്തിൽ നിന്ന് 9-ാം അധ്യായം അതിന്റെ 11-ാം വാക്യത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ടോ? നീയോ നിന്റെ നിയമ രക്തം ഹേതുവായി നീ ബദ്ധന്മാരെ വെള്ളമില്ലാത്ത കുഴിയിൽ നിന്ന് വിടുവിച്ചല്ലോ. ആർക്കെങ്കിലും അറിയാത്തവർ മറന്നുപോയവരുണ്ടെങ്കിൽ ആ റെഫറൻസ് ഒന്ന് വേഗം നിട്ട്. സെഖര്യാ പ്രവചന 9-ാമത്തെ അധ്യായം അതിന്റെ 11-ാമത്തെ വേദവാക്യം.
നീയോ നിന്റെ നിയമ രക്തം ഹേതുവായി ഞാൻ നിന്റെ ബദ്ധന്മാരെ വെള്ളമില്ലാത്ത കുഴിയിൽ നിന്ന് പിടിപ്പിച്ചു. സഹോദരങ്ങളെ, ഇതൊരു പ്രവചനമാണ്. ഒന്ന് കുറിച്ച് നോട്ട് ചെയ്ത് വെച്ചേര്. അപ്പോൾ സെക്കരിയ പ്രവാചകൻ യേശുക്രിസ്തുവിന്റെ ക്രൂസ് മരണത്തിനു മുമ്പ് ഒരു വെളിപ്പാട് കാണുന്നു. എന്താ വെളിപ്പാടെന്നറിയാമോ? ഗദസമന മുതൽ ഗബദ വരെ, ഗബദ മുതൽ ഗൊൽഗോഥ വരെ അവൻ വീണ രക്തം നേരെ ചെന്നത് എവിടേക്കാണെന്നറിയാമോ? വെള്ളമില്ലാത്ത കുഴിയിലേക്ക്, പാതാള പർദീസയിലേക്ക് ഇത് രക്തം ഒഴുകി ചെന്നു. എന്തിനാ ചെന്നത്? ബദ്ധന്മാരെ അവരുടെ വീട്ടിലേക്ക് അഴിച്ചു വിടാതെ അവരെ ബന്ധിച്ചു വെച്ച കെട്ടുകൾ അഴിക്കേണ്ടതിന് രക്തം ഒഴുകി പാതാളത്തിലേക്ക് ചെന്നു. ഇല്ല 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 ഇല്ല, ആ ദൂത് നിങ്ങളുടെ അകത്തോട്ട് കയറിയില്ല. ഒന്നുകൂടി ഞാൻ വിശദീകരിച്ച് പറയാം. സെക്കരിയ പ്രവാചകൻ ഒരു വെളിപ്പാട് കാണുന്നു. എന്ന വെളിപ്പാട്? ആമേ കാൽവരിയിൽ നിന്ന് ഒരു രക്തം ഒഴുകുന്നു. ആ രക്തം എവിടേക്ക് ഒഴുകുന്നു? പാതാള പർദീസയിലേക്ക് ഒഴുകുന്നു. എന്തിനാ ഒഴുകുന്നത്? വിശുദ്ധന്മാര് അവരുടെ വീട്ടിലേക്ക് അവരെ ട്രാൻസ്ഫർ ചെയ്യാതെ, അവരെ കയറ്റി വിടാതെ, അവരുടെ വാഗ്ദത്തത്തിലേക്ക്, അവരുടെ വിശ്വാസ വീട്ടിലേക്ക് അവരെ കെട്ടടിച്ചു വിടാതെ കെട്ടിവെച്ചതിന്, പൊട്ടിക്കേണ്ടതിന് രക്തം നേരെ പാതാളത്തിലേക്ക് ചെന്നു. ഓ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇനി ഒന്ന് ശ്രദ്ധിച്ചേ. ആ ദൂത ശ്രദ്ധിക്കേണ്ടത്. എന്തിനാ രക്തം പാതാള പർദീസയിലേക്ക് പോയത്? വിശുദ്ധന്മാരെ, ബദ്ധന്മാരെ പീഡിച്ച് ഉയരത്തിലേക്ക്, അവൻ എഫേസ്യർ 4:8 അവൻ വിശുദ്ധന്മാരെ പീഡിച്ച് കൈക്ക് പിടിച്ച് ഉയരത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതിനെ തടുക്കാൻ നിന്ന ശക്തിയെ അഴിക്കേണ്ടതിന് രക്തം ഒഴുകി ചെന്നു. ഞാനൊരു ദൂത് പറയുമ്പോൾ നിങ്ങൾ ഒരുമിച്ച് ആമേൻ പറയണം. ഒന്ന് ശ്രദ്ധിച്ചേ. ഇന്നലെ വരെ നിന്റെ വാഗ്ദത്തത്തിന് എതിരെ നിന്ന, അടുത്ത ലെവലിലേക്ക് നിന്നെ കയറ്റി വിടാതിരുന്ന സകല കെടുതികളുടെ മേലോ യേശുവിന്റെ രക്തം ഇന്ന് ഒഴുകി ചെന്ന്, യേശുവിന്റെ രക്തം ഇന്ന് ഒഴുകി ചെന്ന് ആ കൂടാരത്തിനകത്ത് ഒരു വലിയ പോരാ അതിശക്തിയോടെ കരമടിച്ച് ദൈവത്തെ ആരാധിച്ച്, ആത്മാവിലൊന്ന് ആരാധിച്ച് ദൈവത്തിന്റെ ആമേൻ വിടുതൽ ഇന്ന് പകൽ ആരംഭിക്കുന്നു. ആ രക്തം യേശുവിന്റെ നാമത്തിൽ ഇറങ്ങി ചെല്ലട്ടെ, കൂടാരത്തിൽ ഇറങ്ങി ചെല്ലട്ടെ. വിടുതൽ പ്രാപിക്കേണ്ടിടത്ത് ആ രക്തം ഇറങ്ങി ചെല്ലട്ടെ. എവിടെയാണോ ആ രക്തത്തിന്റെ വിടുതൽ? ആത്മാവിലൊന്ന് ആരാധിച്ച് ചില കെട്ടുകൾ അഴിയട്ടെ, ചില കെടുതികൾ അഴിയട്ടെ. ആത്മാവിന്റെ ദൂത് ഒന്ന് ഏറ്റെടുത്ത് പരിശുദ്ധാത്മാവ് ചിലരെ ഇന്ന് തൊടുകയോ. ആത്മാവിൽ ആരാധിച്ചോ. ആരും അടുത്ത് നിൽക്കുന്നവരെ നോക്കരുത്, അടുത്തിരിക്കുന്നവരെ നോക്കരുത്. ആത്മാവിൽ വിട്ടുവിട്, ആത്മാവിൽ വിട്ടുവിട്, ആത്മാവിൽ വിട്ടുവിട്, ആത്മാവിൽ വിട്ടുവിട്. ഒരു ഭയങ്കര ദൈവ സാന്നിധ്യം ഇതിനകത്ത് ചലിച്ചുകൊണ്ടിരിക്കുന്നു. ചലിക്കുന്നു. എനിക്കറിയാം. ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില കൂടാരങ്ങൾക്കകത്ത് അടുത്ത ലെവലിലേക്ക്, അടുത്ത തലത്തിലേക്ക് നിന്നെ കൊണ്ടുപോകാതെ നിന്നെ കൈക്ക് പിടിച്ച ചില കെടുതികൾ യേശുവിന്റെ രക്തത്താൽ ഇന്ന് പകൽ പൊട്ടുകയോ.